നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം. മുൻ ജില്ലാ ജഡ്ജി ടി ഇന്ദിര. പാലക്കാട്. ഭരണഘടനാ മൂല്യങ്ങൾ എല്ലാ കാലങ്ങളിലും സംരക്ഷിക്കപ്പെടണമെന്നും ഓരോ പൗരനും രാജ്യത്തെ ഉന്നതിയിലെത്തിക്കുവാൻ പ്രയത്നിക്കണമെന്നും മുൻ ജില്ലാ ജഡ്ജിയും കേരള നിയമ കമ്മീഷൻ മെമ്പറുമായ ടി ഇന്ദിര ആവശ്യപ്പെട്ടു. വിശ്വാസിൻ്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ലയൺസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഭരണഘടനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വിശ്വാസ സെക്രട്ടറി ജനറലും മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനുമായിരുന്ന അഡ്വക്കേറ്റ് പി പ്രേംനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വാസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാഗിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലയൺസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്ധ്യ പ്രദീപ്, വിശ്വാസ് വൈസ് പ്രസിഡന്റ് ബി ജയരാജൻ, വിശ്വാസ് ഇന്റേൺ അന്ന മിന്നി എന്നിവർ സംസാരിച്ചു. വിശ്വാസ് നിയമവേദി കൺവീനർ അഡ്വക്കേറ്റ് കെ വിജയ സ്വാഗതവും ലയൺസ് സീനിയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള പ്രസംഗ മത്സരത്തിൽ അതുൽ എസ് ഒന്നാം സ്ഥാനവും അദ്വൈത കെ രണ്ടാം സ്ഥാനവും അമൃത സുനിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് മുഖ്യാതിഥി ടി ഇന്ദിര സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഠനകാലത്ത് തന്നെ നിയമവ്യവസ്ഥകളെക്കുറിച്ചും ജുഡീഷ്യറിയെക്കുറിച്ചും എല്ലാം ഭരണഘടനയെക്കുറിച്ചും പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണെന്ന് അഡ്വക്കേറ്റ് പി പ്രേംനാഥ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും വളരെ അച്ചടക്കത്തോടെയായിരുന്നു പ്രഭാഷണങ്ങൾ കേട്ടത്. വളരെ പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു ലയൺസ് സ്കൂളിൽ അരങ്ങേറിയത്. എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയണം. കാരണം ഇത് ക്രാഫ്റ്റ് ചെയ്ത അംബേദ്കർ പറയുക, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നിങ്ങൾ വായിക്കണം. അദ്ദേഹം പറയുന്നത് എന്നെ ക്ലാസ്സിൽ ഒരു മുക്കിൽ ബിക്കോസ് ഓഫ് കാസ്റ്റ് ഫീഡ് അങ്ങനെ പലതും ഉണ്ടല്ലോ, ജാതി മതം പണ്ടുണ്ടായതുകൊണ്ട് എന്നെ ക്ലാസ്സിൽ ഇപ്പം നിങ്ങളെല്ലാവരും ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അതിരുത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ ഒരു പായയിൽ കൊണ്ടിരിക്കുന്ന പറയുന്നത്. പിന്നീട് ഇപ്പോൾ നമുക്ക് അറിയാം, നമുക്കൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മളെല്ലാവരും ഇക്വാലിറ്റി, നമ്മളെല്ലാവരും ഇപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിൽ നന്നായിട്ട് ഇരിക്കാനും സംസാരിക്കാനും എല്ലാത്തിനും പറ്റുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷമാണെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കുറച്ച് ദിവസം മുമ്പാണ് ജസ്റ്റിസ് ജമാലിട്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനും പണ്ട് കാലത്ത് അദ്ദേഹവും ക്ലാസ്സിൽ ഒരു മൂലയിലാണ് ഇരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ ആ കസാരയിൽ. അതിന് കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് ഡ്രാഫ്റ്റ് ചെയ്തത് അംബേദ്കർ. അങ്ങനെ അദ്ദേഹം പറയട്ടെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ എപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കണം കുട്ടികൾ. നമ്മൾ എപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയും ടീച്ചേഴ്സും നമ്മളോട് എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങണം. ഉറപ്പാണ്, കാരണം മാർക്ക് വാങ്ങിയാലാണ് നമുക്ക് ഒരു പാസ്പോർട്ടാണ്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരു പാസ്പോർട്ടാണ് പ്രോഗ്രസ് കാർഡ്. പക്ഷേ നമുക്കൊരു നല്ല മനുഷ്യനായിട്ട് തീരണം. അപ്പൊ നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആരറിയോ? അബ്ദുൽ കലാം. അതെ, വെരി ഗുഡ്.
അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം രാവിലെ നീട്ടാതെ ചിന്തിക്കുന്നത്, എനിക്ക് എൻ്റെ രാഷ്ട്രത്തിന്, ഭാരതത്തിന്, ഇന്ത്യക്ക് എന്നെ കൊണ്ട് എന്ത് കൊടുക്കാൻ കഴിയും? എനിക്ക് പ്രത്യേക നന്ദി, സന്ധ്യാനോട് പ്രത്യേക നന്ദി ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ എത്ര പേര് പാലക്കാട് ചിൽഡ്രൻസ് ട്രാഫിക് പാർക്ക് ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്? കോട്ടമൈതാനത്ത് പോയിട്ടുണ്ടോ? സൈക്കിളൊക്കെ ഓട്ടാവുന്ന ചിൽഡ്രൻസ് കോട്ടമൈതാനത്തിന്റെ ട്രാഫിക് പാർക്ക് ഓയിസ്ക എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ് അത് നടത്തുന്നത്. ഞാനും ജയലളിതയൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ തുടങ്ങിയൊരു സംഘടനയാണ് ഈ ഓയിസ്ക നടത്തുന്നത്. അപ്പൊ ഈ ചിൽഡ്രൻസ് പാർക്കിൽ പോയാൽ അവിടെ 2 നേപ്പാളികളായിട്ടുള്ള ആൾക്കാർ, 2 ബീഹാറികൾ, 2 പേര്. ഇപ്പൊ കേരളത്തിലൊക്കെ ബീഹാറികൾ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഇത് 20 കൊല്ലം മുമ്പാണ്. അന്ന് വളരെ കുറച്ച് ആൾക്കാരായിരുന്നു. ഇവര് നേപ്പാളിയാണെന്ന് പറയുകയാണെങ്കിൽ ഇവര് ബീഹാറിന്റെയും നേപ്പാളിന്റെയും ഇടയിലുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഹിന്ദി മാത്രമേ അറിയുള്ളൂ ആ കാലത്ത്. നമ്മുടെ ഹിന്ദിയൊക്കെ വളരെ മോശമായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിട്ടാണ് എന്റെ ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യുക. അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും, വല്ല ഹിന്ദിയിൽ പറയുമ്പോൾ അവർ ഹിന്ദിയിൽ പറയുമ്പോൾ കുറച്ചൊന്ന് ഹിന്ദി ഇമ്പ്രൂവ് ചെയ്യാറ്. ഒരിക്കലും ഞാൻ അവരോട് ചോദിച്ചു, ഈ കേരളത്തിൽ വന്ന് 4-5 വർഷമായി, അപ്പൊ നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവിടുന്ന് ഹരിതാകുമ്പോൾ നല്ല പച്ച ഭംഗിയായിട്ടുണ്ട്, എല്ലാവരും നോക്കിയാലും ഭംഗിയുണ്ട്, എല്ലാവരും നല്ല ശുചിത്വമുള്ള ആൾക്കാരാണ്, എല്ലാ സാക്ഷരതയുള്ള ആൾക്കാരാണ്, വൃത്തിയുണ്ട്, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ അതായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അയാൾ ഒരു നിമിഷം ആലോചിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, സർ ഞങ്ങൾക്ക് ഇവിടെ ബസ്സിൽ ഇരിക്കാം എന്ന് പറഞ്ഞു. ആകതായി പോയി. ബസ്സിലിരിക്കുക, നമ്മളൊക്കെ എത്രയോ ബസ്സിൽ കയറുന്നു, ബസ്സിലിരിക്കുന്നു, ടിക്കറ്റ് കണ്ടക്ടർ വന്നാൽ ടിക്കറ്റ് പൈസ കൊടുക്കുന്നു, ബസ്സിൽ സീറ്റിലേക്ക് നിൽക്കും, സീറ്റ് കിട്ടിയാൽ ഉടനെ ഇരിക്കും. അപ്പൊ നമ്മൾ ബസ്സിലിരിക്കുന്നതിന് എന്താ ഇത്ര വലിയ പ്രത്യേകത? സർ ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രത്യേക സമുദായത്തിൽ വരുന്ന ആൾക്കാരാണ്, ചെരുപ്പ് കുത്തുന്ന സമുദായം, ചെരുപ്പ് കുത്തിയുള്ള സമുദായത്തിൽ വരുന്നത്. ആ നാട്ടുപുറത്ത് കൂടെ കൂടുന്ന ബസ്സില് സീറ്റ് ഉണ്ടെങ്കിൽ കൂടെയും ആ ചെരുപ്പ് കുത്തുന്ന ഇവരുടെ സമുദായത്തിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പാടില്ല. അബദ്ധത്തിൽ ഇരുന്ന അടിയാണ്, ഉറപ്പാണ്. മുകളിലുള്ള വേറെ ജാതിക്കാരെ, ഉന്നത ജാതിക്കാരെ അവര് തല്ലും. ആ തല്ല് മേടിച്ചിട്ട് അവർ ഒരിക്കലും സീറ്റ് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവര് ഇരിക്കാറില്ല. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.